മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടാണ് ഈ കുറ്റപത്രം വൈകിപ്പിക്കുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ഒരു ആരോപണം. അതെ, അസംബന്ധം പറയുന്നതിന് കണക്കില്ല. എപ്പോഴും കളവും അസംബന്ധവും പറയുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ഒരു പണി. യഥാർത്ഥത്തിൽ ഈ കേസ് അന്വേഷിക്കുന്നത് ആരാ? കേരളത്തിലെ ആഭ്യന്തര വകുപ്പല്ല. ഈ കേസിന്റെ പൂർണ്ണമായ കാര്യം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ്. അവരുടെ നിർദ്ദേശമാണ്. അവരാണ് ഇവരെ കൃത്യമായിട്ട് നയിക്കുന്നത്. അവർ വലിയ രീതിയിൽ ഈ അന്വേഷണത്തെ ശ്ലാഘിച്ചിരിക്കുകയാണ്. നമ്മൾ ഇടയ്ക്ക് ഈ പത്രത്തിലും മാധ്യമങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത ജാമ്യം തേടി പോകുമ്പോൾ ഏതെങ്കിലും ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവാത്ത അല്ലെങ്കിൽ ഈ ഡിവിഷൻ ബെഞ്ചുമായിട്ട് ബന്ധമില്ലാത്ത ജാമ്യം പരിഗണിക്കുന്നവരാണ് ഓരോ വർത്താനമേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അത്ര കണ്ടാൽ മതി. അല്ലാണ്ട് ഹൈക്കോടതി നിർദ്ദേശിച്ചതനുസരിച്ച് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തിൽ കുറേ കൂടി വിപുലത വന്നിട്ടുണ്ട്. ആ വിപുലത എന്ന് പറഞ്ഞാൽ 2019 അന്വേഷണം മാത്രമായിരുന്നല്ലോ ഉദ്ദേശിച്ചത്. ആദ്യ SIT അത് 2019 മുമ്പ് 2017 വാജീവാഹനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 10.5 കിലോ ഭാരമുള്ള പഞ്ചലോഹ നിർമ്മിതമായ സ്വർണം പൊതിഞ്ഞ അതിപുരാതനമായ വളരെ പ്രധാനപ്പെട്ട മൂല്യം പറഞ്ഞാൽ തീരാതത്ര മൂല്യമുള്ള ഒന്നാണ്. അന്നത്തെ കോൺഗ്രസിന്റെ ഗവൺമെന്റിന്റെ കാലത്ത് അന്നത്തെ ദേവസ്വം ബോർഡ് ചെയർമാനും അതുപോലെ തന്നെ പ്രതിനിധികളും ചേർന്ന് ഒരു തരത്തിലും അധികാരമില്ലാത്ത തന്ത്രിയുടെ കയ്യിലേക്ക് അത് ഏൽപ്പിച്ചത്. അതിപ്പോഴും തിരിച്ചു പിടിച്ചു ഈ ഗവൺമെന്റ്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് വന്നത്. അതും സ്വാഭാവികമായിട്ടും 10.5 കിലോ ആണ്. മാത്രമല്ല ആ കൊടിമരം ദ്രവിച്ചു പോയിരിക്കുന്നു, ചെതലരിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് അസംബന്ധമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. കാരണം നല്ല സിമെന്റ് തറയിലായിരുന്നു ഈ കൊടിമരം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കൊടിമരം കൃത്യമായിട്ട് സംരക്ഷിക്കപ്പെട്ടത് തന്നെയാണ്. പിന്നെ എന്തിനാണ് ഇത് മാറ്റാൻ തീരുമാനിച്ചത് എന്നുള്ളതെല്ലാം ദുരൂഹമാണ്. മാത്രമല്ല അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ പിരിച്ചിട്ടുണ്ട്. പിരിച്ച പണത്തിന്റെ ഒരു രേഖയുമില്ല. അതിന് സ്വർണവും പിരിച്ചിട്ടുണ്ട്. ആ സ്വർണത്തിന്റെയും രേഖയില്ല. ഈ കൊടിമര നിർമ്മാണം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യം ഒറ്റ ഒരു മനുഷ്യൻ കൃത്യമായിട്ട് സ്പോൺസർ ചെയ്തതുമാണ്. അപ്പോൾ ഈ പണം എവിടെ പോയി? കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. സോണിയാഗാന്ധിയെ 2 പ്രാവശ്യം കാണാൻ പോയി. ആരൊക്കെ കാണാൻ പോയത്? 2 പ്രധാനപ്പെട്ട ഈ കേസിലെ 2 പേരും കള്ളന്മാരാണെന്ന് പൊതുസമൂഹം മനസ്സിലാക്കിയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ ഗോവർദ്ധനും, ബെല്ലാരിയിലെ സ്വർണ്ണ കച്ചവടക്കാരനാണ്. ആരുടെ ശുപാർശയിലാണ് അവിടെ കയറാൻ സാധിച്ചത്? സോണിയാഗാന്ധി അങ്ങനെ സാധാരണ കാണാൻ പറ്റുമോ? അത് വളരെ ഗൗരവമുള്ള പ്രശ്നമല്ലേ? വലിയ നിയന്ത്രണമുള്ള ഒരാളാണ് സോണിയാഗാന്ധി. ഒരു തരത്തിലും ആർക്കും കാണാൻ സാധിക്കില്ല. പണ്ട് കരുണാകരന് കാണാൻ ഞാൻ പലപ്പോഴും പറഞ്ഞാണ്. കരുണാകരന് തന്നെ കാണാൻ പറ്റിയില്ല. കരുണാകരൻ മന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളെ കാണാൻ കോൺഗ്രസിന്റെ ഇന്നത്തെ പ്രമുഖ 2 നേതാക്കന്മാർ, ഒന്ന് അടൂർ പ്രകാശ് UDFന്റെ കൺവീനർ, മറ്റൊന്ന് അവിടുത്തെ MP ആന്റോ ആന്റണി, മറ്റൊന്ന് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഈ 2 പേരും ഞാൻ നേരത്തെ പറഞ്ഞ ഈ സ്വർണ്ണ കൊള്ളയിൽ നല്ല പങ്കുണ്ട് എന്ന് വ്യക്തമാക്കപ്പെട്ട 2 ആൾ. ഈ 2 ആൾ ഉൾപ്പെടെ സോണിയാഗാന്ധിയെ കണ്ടത് എന്തിനാണെന്നും ആരാണ് കാണാൻ സംവിധാനം ഉണ്ടായി കൊടുത്തതെന്ന് ഞങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയല്ലോ. ഒരൊറ്റ അക്ഷരവും ആരും പറയുന്നില്ലല്ലോ. മറുപടി പറയാൻ ഉത്തരവാദപ്പെട്ടവർ കോൺഗ്രസ്സുകാരല്ലേ. എന്തേ പറയാത്തത്? മാധ്യമങ്ങൾക്ക് ഇപ്പോഴതൊരു പ്രശ്നമില്ല. മുമ്പത്തെ പോലെ ആരും തീവ്രമായിട്ട് ഈ ചർച്ച ചെയ്യാനുമില്ല. സഖാക്കൾ കയറ്റിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ KC വേണുഗോപാലിനാണ് പൂറ്റിയെ കയറ്റിയതെന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ തിരിഞ്ഞു കുത്തുകയാണ്.